ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലൂമിങ് സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ട്സ് ഇൻ മൈ സ്കൂൾ ബാഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ സ്കൂൾ ബാഗിൽ എന്തൊക്കെയുണ്ട് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഒരു സിസ്റ്റേഴ്സ് ഇല്ല ഇപ്പം ഈ വീഡിയോയിൽ, ഞാൻ മാത്രമാണ് കേട്ടോ. അപ്പം സ്കൂൾ ബാഗിൽ എന്തൊക്കെയുണ്ടെന്നാണ്. അപ്പം സ്കൂൾ ബാഗ് ഇവിടെ. അപ്പം എൻ്റെ സ്കൂൾ ബാഗിൻ്റെ കളർ ഇതാണ് കേട്ടോ, ഒരു പിങ്കിഷ്, ഭയങ്കര ഒരു ക്യൂട്ട് ബേബി പിങ്ക് കളർ പോലത്തെയാണ് തോന്നുന്നത്. എനിക്ക് ബേബി പിങ്ക് ആണെന്ന് തോന്നുന്നു കേട്ടത്. ബേബി പിങ്ക് ആണെന്ന് തോന്നുന്നു ഗൈസ്. അതോ പേസ്റ്റൽ പിങ്കോ അല്ലെങ്കിൽ ബേബി പിങ്കോ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അങ്ങനത്തെ കളറിലുള്ള കുഞ്ഞു ബാഗാണിത്. ഇത് സിബാണ് കേട്ടോ. ഇത് ഒരുമിച്ചിട്ടേക്കും കേട്ടോ, ടുഗെദറാണ് ഈ സിബോട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു കീച്ചെയിൻ വരുന്നുണ്ട്. ഈ കീച്ചെയിനാണ് കേട്ടോ. ഇതൊരു ലബുബുവിൻ്റെ ഒരു കുഞ്ഞു കീച്ചെയിനാണ് കേട്ടോ. ഞാൻ 3 dirhams മേടിച്ചാണ് കേട്ടോ. കാണുന്നുണ്ടോ? അപ്പോൾ ഒരു ക്യൂട്ട് പിങ്ക് ആൻഡ് യെല്ലോ കോമ്പോയിൽ വരുന്നൊരു കളറിലുള്ള ഒരു ലബുവിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ തന്നെ 3 rows ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ വരുന്നത് എൻ്റെ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് ആണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അതവൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അടുത്തത് ഒരു ആർട്ട് ബുക്കാണ്. ഇതിനകത്താണ് ഇതിൻ്റെ ആർട്ട് തിങ്സ്. അപ്പോൾ ഞാൻ കവർ ചെയ്യുന്നതൊക്കെ എല്ലാം ബ്രൗൺ പേപ്പർ വെച്ചാണ്. ഇത് കവർ ചെയ്തിട്ടില്ല. അപ്പം ഇതെന്ന് വരുന്നത് ഇതെന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പം ഇത് എൻ്റെ ആർട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇതിനകത്ത് എന്തൊക്കെ ആർട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചത്. ഫസ്റ്റ് പേജ് തന്നെ ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേജ് ഞാനൊന്നും ചെയ്തിട്ടില്ല. സെക്കൻഡ് പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതൊരു പാറ്റേൺ ഡ്രോയിങ് ആണ് കേട്ടോ. ഇതൊരു പാറ്റേൺ ഡ്രോയിങ് ആണ് കേട്ടോ. എൻ്റെ ഒരു പാറ്റേൺ ഡ്രോയിങ് ഞാൻ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇതൊരു പെൻ ഡ്രോയിങ് ആണ്, ബ്ലാക്ക് പെൻ ഡ്രോയിങ് ആണ്. ഒരു ഫിഷിൻ്റെ ഡ്രോയിങ് ആണ് കേട്ടോ. ബ്ലാക്ക് പെൻ മാത്രം വെച്ച് വരച്ചാണ് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുന്നു. അടുത്തത് ഇതൊരു പെൻസിൽ ഷെയ്ഡിങ് ഡ്രോയിങ് ആണ് കേട്ടോ. ഇതൊരു ഫ്ലവർ ഗാർഡൻ പോലെ, ഒരു വലിയ ഗാർഡൻ പോലെയല്ല, ഒരു ഫ്ലവറിൻ്റെ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഡ്രോയിങ് ആണ് ഞാൻ ചെയ്തത്. ഈ ഫ്ലവർ ഡ്രോയിങ് ഇത് ഫുള്ള് പെൻസിലാണ് കേട്ടോ. ഷെയ്ഡിങ് പെൻസിലാണ് കേട്ടോ. ഷെയ്ഡിങ് പെൻസിൽ വെച്ചതാണ്. ഇത് ഒരു ലീഫാണ് ഗൈസ്. ഇത് ഞാൻ കളർ പെൻസിൽ വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇതിനകത്ത് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്തത് വരുന്നത് ഒരു ബബിൾസിൻ്റെ ഡ്രോയിങ്. ഞങ്ങൾ ഈ ഡ്രോയിങ്ങൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. സോ ഇങ്ങനത്തെ കുഞ്ഞ് ഡ്രോയിങ്സ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇത് ഫുള്ള് പെൻസിലാണ് കേട്ടോ, കളർ പെൻസിലാണ് കേട്ടോ. ഇതും ഫുള്ള് കളർ പെൻസിൽ. നേരത്തെ കാണിച്ച ലീഫും ഫുള്ള് കളർ പെൻസിൽ കേട്ടോ. ഇതും ഫുള്ള് കളർ പെൻസിൽ തന്നെ. ഇതും ഫുള്ള് കളർ പെൻസിലാണ് ഗൈസ്. പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല ഗൈസ്. പിന്നീട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇത്ര ആർട്ടാണ് ഞാൻ ഈ ആർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു ഫയലാണ് കേട്ടോ, ഒരു ബിഗ് ഫയല്. ഇത് ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. ഇത് എൻ്റെ ക്ലാസ് സ്റ്റുഡൻസിനെല്ലാം കിട്ടിയപ്പം എനിക്കും കിട്ടിയതാണ് കേട്ടോ. ഈ ക്ലാസ് ടീച്ചർ വന്നതാണ് കേട്ടോ. ഫയലിനകത്ത് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഫയലിനകത്ത് കുറച്ച് ബ്ലാങ്ക് പേപ്പേഴ്സ് മാത്രമാണ് കേട്ടോ. ഒരു സ്റ്റോറി പേപ്പറുണ്ട്, സ്റ്റോറീൻ്റെ ഒരു പേപ്പറുണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റോറീൻ്റെ പേപ്പേഴ്സാണ് കേട്ടോ. ഇതൊരു സ്റ്റോറീൻ്റെ പാസേജിൻ്റെ ആണ് കേട്ടോ. പാസേജിൻ്റെ ഒരു പേപ്പർ മാത്രമാണ് ഈ ഫയലിലുള്ളത് കേട്ടോ. അത്രേ ഉള്ളൂ ഈ ഫയലിൽ. പ്രത്യേകിച്ചൊന്നും ഈ ഫയലില്ല. അത്രേ ഉള്ളൂ ആ ഫയൽ. ഓക്കെ. പിന്നെ എൻ്റെ ഒരു പൗച്ചാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ക്യൂട്ട് പിങ്ക് കളർ പൗച്ചാണ് കേട്ടോ. പൗച്ചിനകത്ത് 2 ഉറയാണ് വരുന്നത്. ഫസ്റ്റ് ഉറയിൽ കുറേ സാധനങ്ങൾ ഈ പൗച്ചിലുണ്ട് ഗൈസ്. പൗച്ച് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ആദ്യം തന്നെ വൈറ്റ്നർ ഈ തെറ്റിക്കഴിഞ്ഞൊക്കെ തുടയ്ക്കാൻ എനിക്ക് ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് കേട്ടോ. പേന വെച്ചിരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും തെറ്റലാണ്. പിന്നെ കുറച്ച് പെൻസ് വരുന്നുണ്ട്, കുഞ്ഞു പേസ്റ്റൽ കളർ പെൻസാണ് കേട്ടോ. ഇതൊക്കെ പേസ്റ്റൽ കളർ പെൻസ്. ഇങ്കില്ലാത്ത ഒരു ബ്ലാക്ക് പെന്ന്. ഇതൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് ചുമ്മാ. ഞാൻ നോക്കി ഇങ്ക് കഴിഞ്ഞാലും കളയത്തില്ല ഗൈസ്, ഇങ്ങനെ വെച്ചേക്കും.
അപ്പോൾ ഇതൊരു പെന്നാണ് കേട്ടോ. ഇതും ഒരു ബ്ലൂ കളർ പെന്നാണ്. ഇതെൻ്റെ മമ്മി എനിക്ക് മേടിച്ചതാണ് കേട്ടോ. അമ്മ മേടിച്ചതാണ്. പിന്നെ 2 പെൻസിൽ വരുന്നുണ്ട് കേട്ടോ. ഇതെന്തെങ്കിലും ഒരു ഡ്രോയിങ്ങിന് വന്നു കഴിഞ്ഞാൽ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു പെന്ന് വരുന്നുണ്ട്. പിന്നെ 2 ഷാർപ്നറുണ്ട്. ഒരു ബിഗ് ഷാർപ്നർ, ഒരു സ്മോൾ ഷാർപ്നറാണ് കേട്ടോ. പിന്നെ ഒരു സ്കെയില്. ഇത് കുഞ്ഞ് സ്കെയിലാണ് കേട്ടോ. ഒരു കുഞ്ഞ് സ്കെയില്. പിന്നെ ഒരു ഗ്ലൂ. ഇത് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ടീച്ചർമാർ തന്നു കഴിഞ്ഞാൽ അന്നേരം ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഗ്ലൂ. ഒത്തിരി ചെറിയ ഗ്ലൂ ആണ് കേട്ടോ, ബിഗ് ഗ്ലൂ ഒന്നുമല്ല. പിന്നെ ഒരു സിസർ വേണം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇത് ഷെയ്ഡിങ് പെൻസിലാണ് കേട്ടോ. ഈ ഷെയ്ഡിങ് പെൻസിൽ ഞാൻ പൗച്ചിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ബാഗിലും വേറൊരു സെറ്റുണ്ട് ഷെയ്ഡിങ് പെൻസിൽ. ഇത് ഫോർ ആർട്ടാണ് കേട്ടോ. ആർട്ടിനാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. അത്രേ ഉള്ളൂ ഗൈസ്, വേറൊന്നുമില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഉറയിൽ അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ഉറയിൽ ഒരു കോമ്പസ് വരുന്നുണ്ട്, ഒരു കുഞ്ഞ് കോമ്പസ് കേട്ടോ. ഇത് അത്രയ്ക്ക് ഞാൻ യൂസ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചാണ് കേട്ടോ. ഇതിന് 3 തരംസേ ഉള്ളായിരുന്നു, 3 തരംസേ ഉള്ളായിരുന്നു. അവിടെ നല്ല ക്യൂട്ട് ബോക്സിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ മേടിച്ചാണ് കേട്ടോ. വലുതായിട്ട് ഞാൻ ഇതൊന്നും ഇങ്ങനെ യൂസ് ഞാൻ വലുതായിട്ട് അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല. ഞാൻ പ്രത്യേകിച്ചും ബിക്കാണ് യൂസ് ചെയ്യുന്നത്. ബിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഞാൻ തന്നെ കണ്ടപ്പോൾ ഒരു ക്യൂട്ടിനായിട്ട് മേടിച്ചാണ്. ഇത് അടുത്തൊരു സ്റ്റിക്കി നോട്ടാണ് കേട്ടോ. ഇത് സ്റ്റിക്കി നോട്ടാണ്. അതിൻ്റെ 2 കളേഴ്സാണ് വരുന്നത്. ഒരു പിങ്കും വരുന്നുണ്ട്, ഒരു ബ്ലൂവും വരുന്നുണ്ട് കേട്ടോ. 2 സ്റ്റിക്കി നോട്ട്. പിന്നെ കുറച്ച് കളർ പെൻസിൽസ് ഉണ്ട് കേട്ടോ. കുറച്ച് കളർ പെൻസിൽസ്. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ പൗച്ചിൽ അത്രേ ഉള്ളൂ. അടുത്തത് കുറച്ച് ഹൈലൈറ്റേഴ്സ്. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ലൈൻസൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ഹൈലൈറ്റർ. അതിനകത്ത് ഒരു ഓറഞ്ച്, ഒരു 2 ടൈപ്പിലുള്ള പിങ്ക്, ഇതൊരു ഗ്രീൻ കളർ. ഇനിയുണ്ട് കേട്ടോ, ഇനി ഉണ്ടാവണം. യെസ്, ഇതൊരു ഹൈലൈറ്റർ കളറാണ്. ഇതൊരു യെല്ലോ കളറാണ് കേട്ടോ. കമ്പനി ഇതാണ് കേട്ടോ. ഇങ്ങനെ ഇതാണ് കമ്പനി. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കമ്പനി, ഈ കമ്പനി ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ ആ കമ്പനിയാണ് മേടിക്കുന്നത് ഒത്തിരി. യെസ്, പിന്നീട് വരുന്നത് ഒരു അടിപൊളി സാധനമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഇത് ഞാൻ ഇതിനകത്ത് വെക്കുന്നത് ഒരു സ്കെച്ച്സൊക്കെ ഞാൻ ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്. ഇതൊരു കുഞ്ഞ് ഓർഗനൈസിങ് ബോക്സാണ് കേട്ടോ. ഇതിനകത്താണ് ഞാൻ സ്കെച്ചൊക്കെ വെക്കുന്നത് എപ്പോഴും. ഒരു കുഞ്ഞ് ആവശ്യത്തിനൊക്കെ ഇച്ചിരി സ്കെച്ചൊക്കെ മതിയെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. ഇത് വരുന്നത് ഞാൻ എന്തെങ്കിലും സ്കൂളിൽ ആർട്ട് തിങ്സൊക്കെ ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. ഒത്തിരി ഈ ചാർട്ട് വർക്ക്സൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ. സോ അത് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം സ്റ്റുഡൻസ് എല്ലാം കൂടെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനോട് അതിൻ്റെ നിങ്ങളോടാണല്ലോ. അപ്പം ഞാനോട് ചേർന്ന് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാവരും ഷെയർ ചെയ്യുന്നതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനും കുറച്ച് കൊണ്ടുപോകും. അതാണ് കേട്ടോ അത്. പിന്നെ ഒരു സെറ്റായിട്ട് വരുന്നൊരു ഇതുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കണ്ടാലും മനസ്സിലാവും എല്ലാവർക്കും. ഷെയ്ഡിങ് പെൻസിൽ ബ്രാൻഡ് ഇതാണ് കേട്ടോ. ടിപ്പ് ടോപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ. പിന്നെ ഒരു 375 dirhams-ആണ് കേട്ടോ. 375 dirhams. ഇതിനകത്ത് വരുന്ന എത്ര പീസ്? 12 പീസസ് വരുന്നുണ്ട് കേട്ടോ. 12 പീസസ് വരുന്നുണ്ട്. ആർക്കും ഈ ബ്രാൻഡിൻ്റെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. ഇത് നല്ല ഷെയ്ഡിങ് പെൻസിൽസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡിങ് പെൻസിൽസാണ്. എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ. ഫുള്ള് ഷെയ്ഡിങ് പെൻസിൽസാണ് കേട്ടോ. ഇതും ഞാൻ ആർട്ടിനാണ് എപ്പോഴും കൊണ്ടുവന്നത്. വലിയ ആവശ്യത്തിനൊന്നും ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോകാറില്ല. പിന്നെ ഒരു കുഞ്ഞ് ഡയറിയാണ് കേട്ടോ. ഇതെൻ്റെ ഒരു പേഴ്സണൽ കുഞ്ഞ് ഡയറിയാണ് കേട്ടോ. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. പേഴ്സണൽ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒന്നും എഴുതിയിട്ടില്ല. നോക്കും മൊത്തം കാലി, ഒന്നും എഴുതിയിട്ടില്ല. അപ്പം ഇതൊക്കെ ക്യൂട്ടാണല്ലോ എന്ന് കാണുമ്പോഴത്തേ ഭയങ്കര ക്യൂട്ടാണെന്ന് തോന്നിയിട്ട് ഞാൻ മേടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മേടിച്ച് കൂട്ടി വെക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊന്നും എഴുതിയിട്ടില്ല. ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. പിന്നെ
ഇത് എല്ലാവർക്കും അറിയാമല്ലോ. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഞാൻ യൂത്തിന് യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിനാണ് കേട്ടോ. മാത്സിനൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഈ പാക്കിലാണ് വരുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത്. നടരാജ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. എനിക്ക് ഈ കമ്പനിയുടെ ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. കാരണം ഞാൻ ഇത്ര എന്തോരം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ കമ്പനിയുടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാക്കിങ് അപ്പോൾ കാണുമ്പോൾ തോന്നും ഭയങ്കര പുതിയത് മേടിച്ചാണോ എന്ന്. അല്ല ഗൈസ്, കുറച്ചായി കേട്ടോ. പക്ഷെ ഞാനിത് ഇങ്ങനെ ഒത്തിരി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ എക്സാമിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇരുന്ന സ്കെയിലാണ് ഗൈസ് ഞാൻ മുമ്പേ എൻ്റെ പൗച്ചിലിരുന്നത് ഞാൻ കാണിച്ചു തന്നത്. ഞാൻ മുമ്പേ പൗച്ച് ഇരുന്നത് കാണിച്ചു തന്നില്ലേ? ഈ സ്കെയിൽ ഇതിൻ്റെ അകത്താണ് ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ പൗച്ചിൽ കിടക്കുമായിരുന്നു. അപ്പം 2 കോമ്പസ് വരുന്നുണ്ട് കേട്ടോ. 2 രീതിയിലുള്ള കോമ്പസ്. ഇത് പെൻസിൽ വെച്ച് യൂസ് ചെയ്യുന്ന കോമ്പസ്, ഇത് അല്ലാത്ത കോമ്പസ്. ഓക്കെ, ഇങ്ങനെ 2 കോമ്പസാണ് വരുന്നത്. പിന്നൊരു ഷാർപ്നർ വരുന്നുണ്ട്, ഒരു റെഡ് കളർ ഷാർപ്നർ. പിന്നെ ഒരു എറൈസർ വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട്. ഈ കമ്പനിയുടെ തന്നെ ഒരു എറൈസർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2 സ്കെയിലാണ് കേട്ടോ. ഇതൊരു ഈ ഷേപ്പിലുള്ളൊരു 2 സ്കെയിലാണ് കേട്ടോ. ഇത്രയാണ് ഗൈസ് ഇതിനകത്തുള്ളത്. പ്രൊട്രാക്ടർ ഉണ്ടായിരുന്നു ഗൈസ് ഇതിൻ്റെ അകത്ത്. അപ്പം എൻ്റെ പ്രൊട്രാക്ടർ ഇപ്പം എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല. പ്രൊട്രാക്ടർ ഇവിടെ എവിടെയോ കിടപ്പുണ്ട് ഗൈസ്, എനിക്കറിയത്തില്ല എവിടെയാണെന്ന്. ഇതിനകത്തൊരു പ്രൊട്രാക്ടറും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ എങ്ങനെയും കളയണമെന്ന് വെച്ച് ചെയ്യുന്ന പോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന ഗൈസ്. ഇപ്പം ഞങ്ങൾക്ക് സ്കൂളിൽ ഇതാവശ്യമില്ല. അതുകൊണ്ടാണ് ഗൈസ് ഈ പ്രൊട്രാക്ടറും ഇതൊക്കെ എവിടെയൊക്കെ കിടക്കുന്നത്. പിന്നെ ഈ ഒറയിലെ കഴിഞ്ഞ ഗൈസ് അങ്ങനെ ബിഗ് ഒറയിലെ എല്ലാം എടുത്ത് ഞാൻ കാണിച്ചു. ഇത്ര തന്നെയാണ് ബിഗ് ഒറയിലുള്ളത്. ഈ ഒരു ബിഗ് റോയിനകത്താണ് ഒത്തിരി സാധനങ്ങൾ ഞാൻ വെക്കുന്നത്. കാരണം അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെക്കുന്നത് കേട്ടോ. ഈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മേടിച്ചു കേട്ടോ. ഇത് ലുലുവിൽ നിന്നാണ് മേടിച്ചത്. ഇതിനൊരു ഓഫറൊന്നും മേടിച്ചാണ് കേട്ടോ. 29 dirhams കേട്ടോ, അവിടെ മേടിച്ചാണ്. പിന്നെ ഇടുന്നത് ഈ സെക്കൻഡ് ഒറയിലാണ്. സെക്കൻഡ് ഒറയിൽ ഒരു കുറേ എല്ലാം ബുക്കുണ്ട്. സെക്കൻഡ് ഒറയിൽ ഞാൻ ഫസ്റ്റ് റോയിൽ വെക്കുന്നത് എല്ലാം ടെക്സ്റ്റ് ബുക്സ് ആണ്. പക്ഷെ സെക്കൻഡ് റോയിലെല്ലാം വെക്കുന്നത് നോട്ട് ബുക്സ് ആണ് കേട്ടോ. കാരണം അടച്ച് സ്പേസ് ഇവിടെ കാണാൻ, അതുകൊണ്ട് തന്നെ നോട്ട് ബുക്സ് ആണ് ഞാൻ വെക്കുന്നത് മെയിനായിട്ട്. ഇതൊരു ജേർണലിംഗ് ബുക്കാണ് കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല, ഒരു ജേർണലിംഗ് ചെയ്തിട്ടില്ല. ഞാനൊരു ജേർണലിംഗ് ചെയ്യാൻ വേണ്ടി മേടിച്ച ബുക്കാണ്. ഇത് ഞാൻ ഈയിടെ മേടിച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തേനെ. ആഡ് തിങ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തേനെ. പക്ഷെ ഞാൻ ഇത് ഈയിടെയാണ് മേടിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. ചെയ്യണം ഗൈസ്. അപ്പോൾ ജേർണലിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അത് കമ്മിങ് സൂണാണ് കേട്ടോ ഗൈസ്. പിന്നെ വരുന്നത് കുറച്ച് നോട്ട് ബുക്സ് ആണ് കേട്ടോ. ഇനിയുണ്ട് നോട്ട് ബുക്സ്. ഫസ്റ്റ് നോട്ട് ബുക്ക് മലയാളത്തിൻ്റെ ഒരു നോട്ട് ബുക്കാണ് കേട്ടോ. പിന്നെ USSൻ്റെ ഒരു നോട്ട് ബുക്ക്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ നോട്ട് ബുക്കുണ്ട്, ISSൻ്റെ ഒരു നോട്ട് ബുക്കുണ്ട്. അങ്ങനെ കുറച്ച് നോട്ട് ബുക്സ് ഉണ്ട്. പിന്നെ ഇനിയുണ്ട് നോട്ട് ബുക്സ്, കുറച്ചുകൂടി നോട്ട് ബുക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി നോട്ട് ബുക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡയറി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ഡയറി വരുന്നുണ്ട്. ഇത്ര സാധനങ്ങൾ തന്നെ ഉള്ളു കേട്ടോ ഈ സെക്കൻഡ് റോയിലും. തേർഡ് റോയിൽ ഈ റോയിൽ ഞാൻ വെക്കുന്നത് എൻ്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. എൻ്റെ ലഞ്ച് ബോക്സാണ് ഞാൻ അവിടെ വെക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നെ ബാക്കിലും ഉണ്ട് കേട്ടോ ഒരു റോയ്. ഇവിടെ ഉണ്ട് കേട്ടോ ഈ റോയ്. ഇവിടെ ഒരു സിപ്പുള്ള റോയാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് കുറച്ച് സാധനങ്ങൾ വരുന്നുള്ളൂ. ഇതിനകത്ത് ഞാൻ മെയിനായിട്ടൊന്നും വെക്കാറില്ല. ഐ ഡി കാർഡ് ഗൈസ്.
ഐ ഡി കാർഡ് ഞാൻ ബാക്ക് റോയിലാണ് വെക്കുന്നത്. ഐ ഡി കാർഡാണ് കേട്ടോ, എൻ്റെ ഫോട്ടോ, എൻ്റെ ഐ ഡി കാർഡാണ് ഗൈസ്, എൻ്റെ ഐ ഡി കാർഡ്. പിന്നെ വരുന്നത് അവിടെയും കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഉണ്ട് ഗൈസ്, കുറച്ച് സ്റ്റിക്കി നോട്ട്സ്, ഞാൻ പോലും അറിയാത്ത സ്റ്റിക്കി നോട്ട്സ് ഗൈസ് അവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ആണല്ലേ കാണുന്നത്. പിന്നെ കാരണം ഞാൻ അങ്ങനെ അവിടെ തുറന്ന് നോക്കാറില്ല, കാരണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നോക്കാറുള്ളൂ. അവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ അങ്ങനെ വെക്കാറില്ല, മെയിനായിട്ട് ഐ ഡി കാർഡാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത്രയും നോക്കാറില്ല. ഇനിയിപ്പോൾ സ്കൂൾ അടച്ചു, വെക്കേഷനാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും വീഡിയോസൊക്കെ ഞങ്ങൾ ഇടുന്നതും പിന്നെ ഇത്രയും സാധനങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതും. അപ്പം ഇപ്പം സ്കൂളിൽ കൊണ്ടുപോകണ്ട, അതുകൊണ്ട് ഞാൻ നോക്കാറില്ല കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം എൻ്റെ ഈ വാട്ട്സ് ഇൻ മൈ സ്കൂൾ ബാഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയും തിങ്സേ ഉള്ളൂ എൻ്റെ ബാഗിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളൂ എൻ്റെ ബാഗിൽ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ബോക്സിൽ പറയണം ഗൈസ്. പിന്നെ എൻ്റെ ആർട്ട് ബുക്കിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നല്ലോ, വേണേൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു ഗൈസ്. ആർട്ട് ബുക്കിലാണ് കേട്ടോ ഗൈസ്, ആർട്ട് ബുക്കിൽ നിങ്ങൾ കണ്ടല്ലോ. ഈ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ ഗൈസ്. ഇത് പാറ്റേൺ ഡ്രോയിങ് ആണ് കേട്ടോ, പാറ്റേൺ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതൊരു ഫിഷിൻ്റെ ബ്ലാക്ക് പെൻ ഡ്രോയിങ് ആണ് കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതൊരു പെൻസിൽ, ഷെയ്ഡിങ് പെൻസിൽ വെച്ച് ചെയ്തൊരു ഫ്ലവർ ഡ്രോയിങ് ആണ്, അതും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് ഏതാ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ലീഫിൻ്റെ ഒരു കുഞ്ഞ്, ഇത് കളർ പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ, ലീഫിൻ്റെ ഫുൾ കളർ പെൻസിലാണ് കേട്ടോ, ഒരു പെന്നോ പെൻസിലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് ബബിൾസ് ഡ്രോയിങ്, ഇത് കളർ പെൻസിലും വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ബബിൾസ് ഡ്രോയിങ് കളേഴ്സ് ആക്കിയാണ് കേട്ടോ, കളർ പെൻസിൽ മാത്രം വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ആർട്ട് ബുക്കിനകത്തുണ്ടായത് ആർട്സ്. നിങ്ങൾക്ക് ഏത് ആർട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും ഞാൻ ചെയ്യുന്നതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വാട്ട്സ് ഇൻ മൈ വീഡിയോ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോയിക്കോളൂ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ഓക്കെ ബൈ. പിന്നെ ജേർണലിങ് വീഡിയോ കമ്മിങ് സൂണാണ് കേട്ടോ, ഇപ്പോൾ വരുമെന്നല്ല, കമ്മിങ് സൂണാണ് കേട്ടോ. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ വരുമെന്നാണ് പറയുന്നത്, എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും ജേർണലിങ് വീഡിയോ. പിന്നെ ജേർണലിങ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇടണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വാട്ട്സ് ഇൻ മൈ സ്കൂൾ ബാഗിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബ്രാൻഡ് എന്തെങ്കിലും കാണിക്കുകയുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത് അതിനെ ഒന്നുകൂടി ഇടാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.